നമസ്കാരം. ലീഗൽ തോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രോമിസറി നോട്ട് എന്താണെന്ന് നോക്കാം. പ്രോമിസറി നോട്ടിനെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, മുൻപ് ഞാൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എന്തൊക്കെ രേഖകളാണ് വാങ്ങി വയ്ക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ചെക്കും പ്രോമിസറി നോട്ടോ വാങ്ങി വയ്ക്കാം, അല്ലെങ്കിൽ ചെക്ക് അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് വാങ്ങി വയ്ക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട പല ആൾക്കാരും ചോദിച്ചിരിക്കുന്നു, എന്താണ് പ്രോമിസറി നോട്ട് എന്ന്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, പ്രോമിസറി നോട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് അറിയാവുന്ന ഒരാളിനെ കൊണ്ട് എഴുതിക്കണമെന്നും അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അറിയാവുന്ന ഒരാൾ ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ആളെന്നല്ല. ഒരു അഡ്വക്കേറ്റിന് തയ്യാറാക്കാൻ അറിയാമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിക്കാം. അതല്ല, ഒരു ആധാരെഴുത്തുകാരാണ് തയ്യാറാക്കുന്നതിൽ അവർക്ക് എഴുതാം. അതല്ല, ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അവരുടെ ഓഫീസിലെ ക്ലർക്കിനോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിനോ ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അവരെ കൊണ്ട് എഴുതിപ്പിക്കാം. ഒരു തടസ്സമല്ല. ഇന്ന ആൾ തന്നെ എഴുതണം എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അറിയാവുന്ന ആളിന് എഴുതണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ലിറ്റിഗേഷനിലേക്ക് വരുമ്പോൾ പ്രോമിസറി നോട്ടിനെ സംബന്ധിച്ച് ഒരു തർക്കം ഉണ്ടായാൽ അത് പ്രോമിസറി നോട്ടിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി സ്വാഭാവികമായിട്ട് റിലേ ചെയ്യുന്നത് അതിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ പ്രോമിസറി നോട്ടിനെ സംബന്ധിച്ചുള്ള ഒരു ഡെഫിനിഷൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ സെക്ഷൻ 4 പറയുന്നു. അപ്പോൾ ഈ ഡെഫിനിഷനിൽ ധാരാളം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എല്ലാ ഡെഫിനിഷനിലും കുറേ ഇൻഗ്രീഡിയൻസ് അഥവാ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ ചേരുമ്പോൾ മാത്രമാണ് ആ ഡെഫിനിഷനിൽ പറയുന്ന ആ സംഗതി ആവുകയുള്ളൂ. അപ്പോൾ പ്രോമിസറി നോട്ട് ആവണമെങ്കിൽ സെക്ഷൻ 4 പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അത് പ്രോമിസറി നോട്ട് ആവുകയുള്ളൂ. അങ്ങനെ പ്രോമിസറി നോട്ട് ആകാതെ വന്നാൽ പിന്നെ പ്രോമിസറി നോട്ടിൻ്റെ രീതിയിൽ അത് വെച്ച് കേസ് നടത്താൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അതൊരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കരാറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കരാറിനെ സംബന്ധിച്ച് പിന്നെ രജിസ്ട്രേഷനായി, പിന്നെ അതിന് ആനുപാതികമായിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. എങ്കിൽ മാത്രമേ ഇത് പിന്നെ കോടതി കൺസിഡർ ചെയ്യൂ ആ രേഖ. അതല്ല, രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് പിന്നെ അത് ഇമ്പൗണ്ട് ചെയ്യേണ്ടി വന്നാൽ അതേ പിന്നെ 3-4 ഇരട്ടി ഫൈനൊക്കെ അടച്ചെങ്കിൽ മാത്രമേ പിന്നെ അത് ഇമ്പൗണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് കേസ് കൊടുക്കുന്ന ആളിനെ സംബന്ധിച്ച് ധാരാളം നൂലാമാലകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പരിഗണിച്ചുകൊണ്ടാണ് ഞാനത് അറിയാവുന്ന ഒരാൾ എഴുതണം എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാരും ചോദിച്ചത് കുബേരയിൽ വരത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു ഫൈനാൻഷ്യൽ ബിസിനസ് നടത്തുന്ന ആൾ വാങ്ങി വയ്ക്കുന്ന രേഖകളെക്കുറിച്ചല്ല. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അല്ലെങ്കിൽ ബന്ധുവിന് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മറ്റൊരാളിന് ഒരു സാമ്പത്തിക ആവശ്യം വന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു ഉറപ്പിലേക്കായിട്ടൊരു രേഖ മേടിക്കാം. അപ്പോൾ അങ്ങനെ തരുന്ന രേഖ പ്രകാരം പൈസ തരാൻ അയാൾ ബാധ്യസ്ഥരാണ്. രേഖ ഇല്ലാതെ കൊടുത്താൽ എന്ത് സംഭവിക്കും? അയാൾ പറയും, ഞാനിങ്ങനെ മേടിച്ചിട്ടില്ല. മേടിച്ചെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് രേഖ മേടിച്ചില്ല? രേഖ തന്നുകൊണ്ട് വേണ്ടായിരുന്നു പൈസ മേടിക്കാൻ. അഥവാ കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ കോടതി ആര് പറയുന്നത് വിശ്വസിക്കും? പൈസ കൊടുത്തു എന്ന് പറയുന്നത് വിശ്വസിക്കുമോ, മേടിച്ചില്ല എന്ന് പറയുന്നത് വിശ്വസിക്കുമോ? അപ്പോൾ സ്വാഭാവികമായിട്ട് കോടതി റിലേ ചെയ്യുന്നത് രേഖയുണ്ടെങ്കിൽ രേഖയായിരിക്കും. അപ്പോൾ ഇത്തരം വ്യക്തിപരമായ ട്രാൻസാക്ഷനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അല്ലാതെ പലിശയ്ക്ക് കൊടുക്കുന്ന ഈ കമ്പ്യൂട്ടർ പലിശ അല്ലെങ്കിൽ മാസപ്പലിശ അല്ലെങ്കിൽ ഡെയിലി പലിശ, ഇങ്ങനെ പലിശ കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാർ മേടിച്ച് വയ്ക്കുന്ന രേഖകളെക്കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്. അതിന് പ്രത്യേകമായ ലൈസൻസ് എടുത്ത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതിനോ അല്ലെങ്കിൽ ഫൈനാൻസ് കൊണ്ട് ബിസിനസ് നടത്തുന്നതിനോ ഒക്കെ പ്രത്യേക ലൈസൻസ് എടുക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമപ്രകാരം ലൈസൻസ് എടുത്തെങ്കിൽ മാത്രമേ അത് നടത്താൻ പറ്റുകയുള്ളൂ. അല്ലാതെ ചെയ്യുന്നവർക്കാണ് ഈ കുബേരയുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് പ്രോമിസറി നോട്ട് എന്ന് നോക്കാം. പ്രോമിസറി നോട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തന്നെ പോകാം. 1, എ പ്രോമിസറി നോട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ്. അത് എഴുതിയ രേഖയായിരിക്കണം. ഓറലായിട്ടുള്ള ഒരു പ്രോമിസറി നോട്ട് അഥവാ വാക്കാലുള്ള ഒരു പ്രോമിസറി നോട്ട് അംഗീകരിക്കില്ല. പ്രോമിസറി നോട്ട് എഴുതിയത് തന്നെയായിരിക്കണം. അടുത്തത്, കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് സൈൻഡ് ബൈ ദ മേക്കർ. അതൊരു പ്രധാനപ്പെട്ടതാണ്. അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരാം എന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ വിവാഹം നടക്കുമ്പോൾ പൈസ തരാം, അല്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണത്തിന് ശേഷം പൈസ തരാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പൈസ കിട്ടുമ്പോൾ ഞാൻ ആ പൈസ തരാം. ഇങ്ങനെ യാതൊരു വിധമായ വ്യവസ്ഥകളും പറയാൻ പാടില്ല. അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആയിരിക്കണം. യാതൊരു വ്യവസ്ഥയും ഇല്ലാത്ത ഉറപ്പായിരിക്കണം. പിന്നെ ആ ഇൻസ്ട്രുമെൻ്റ് ആരൊപ്പിട്ടിരിക്കണം? ആരാണോ പ്രോമിസറി നോട്ട് എഴുതുന്നത്, തയ്യാറാക്കുന്നത്, അയാളത് ഒപ്പിട്ടിരിക്കണം. തയ്യാറാക്കുന്നത് പറഞ്ഞാൽ ആധാരത്തെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ആരാണോ അതിൻ്റെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് കടം മേടിക്കുന്നയാൾ, മേക്കർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്, അയാളത് സൈൻ ചെയ്തിരിക്കണം, ഒപ്പിട്ടിരിക്കണം. പിന്നെ അടുത്തത്, ടു പേ എ സർട്ടൺ സം ഓഫ് മണി ഒൺലി. എമൗണ്ട് വളരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കണം. ഞാൻ താങ്കളിൽ നിന്ന് കൈപ്പറ്റി 1,00,000 രൂപ, അല്ലെങ്കിൽ താങ്കളിൽ നിന്ന് കൈപ്പറ്റി 50,000 രൂപ. എമൗണ്ട് സ്പെസിഫൈ ചെയ്ത് വരുന്നത് സാധാരണ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കണ്ടുവരുന്നുണ്ട്. കുറച്ച് നാളെന്നുള്ളതല്ല, പ്രോമിസറി നോട്ട് പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു രീതി ക്രമപലിശ സഹിതം തന്നുകൊള്ളാം, അല്ലെങ്കിൽ ഇത്ര ശതമാനം പലിശ സഹിതം തന്നുകൊള്ളാം എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും പ്രോമിസറി നോട്ടിൻ്റെ ഡെഫിനിഷനിൽ വരുന്നില്ല. പക്ഷേ ഈ ക്രമപലിശ സഹിതം തന്നുകൊള്ളാം എന്ന പ്രോമിസറി നോട്ട് വെച്ച് ഞാനും ഒക്കെ കേസ് നടത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു തർക്കവും വന്നിട്ടില്ല.
തർക്കം വന്നാൽ അതെങ്ങനെ പരിഗണിക്കപ്പെടും എന്ന് ഒരു കോടതിയുടെ വിധിന്യായത്തിലൂടെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്രമപലിശ സഹിതം തന്നുകൊള്ളാം എന്നുള്ള ആ ഒരു വേഡിങ് ഒന്നും പ്രോമിസറി നോട്ടിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഉള്ളതല്ല. ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് എ സർട്ടൺ സം ഓഫ് മണി ഓൺലി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ടു ദി ഓർഡർ ഓഫ് ഓർ എ സർട്ടൺ പേഴ്സൺ, ഒന്നുകിൽ ഒരു വ്യക്തമായ ഒരാളിൻ്റെ പേര് വരണം, താങ്കൾക്ക് ഇന്ന വീട്ടിൽ ഇന്ന ആൾക്ക് തന്നുകൊള്ളാം, അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ ഇന്ന ആൾ നിർദ്ദേശിക്കുന്ന ഇന്ന ആളിന് തന്നുകൊള്ളാം. അപ്പം അയാൾ പറയുകയാണ് എൻ്റെ ഇന്നാരായ ഇന്നാൾക്ക് കൊടുക്കണം എന്ന് ആ പ്രോമിസറി നോട്ടിൽ നിർദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണോ പൈസ മേടിക്കുന്നത് ആ ആളിന് കൊടുക്കാം എന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതണം. അല്ലെങ്കിൽ എന്താണ്, കോമൺ ആയിട്ട് പറയുന്ന കണക്ക് ടു ദ ബിയറർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്, ആരാണോ ആ ഇൻസ്ട്രുമെൻറ്റ് കൈവശം വെച്ചിരിക്കുന്നത് ആ ആളിന് കിട്ടും. അപ്പോൾ അതാണ് പ്രോമിസറി നോട്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്ന വീട്ടിൽ ഇന്ന ആൾ 1/11/2024 ഇന്ന വീട്ടിൽ ഇന്ന ആളിൽ നിന്നും കൈപ്പറ്റിയ 1,00,000 രൂപ താങ്കൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് താങ്കൾക്കോ അല്ലെങ്കിൽ താങ്കൾ നിർദ്ദേശിക്കുന്ന ആളിനോ തിരികെ തന്നുകൊള്ളാം. ഇങ്ങനെ എഴുതുമ്പോഴാണ് അത് പ്രോമിസറി നോട്ടാകുന്നത്. ഞാൻ ഇതിനകത്ത് ക്രമപലിശ പറഞ്ഞിട്ടില്ല. ക്രമപലിശ ഡെഫിനിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഇനി ക്രമപലിശ സഹിതം തന്നുകൊള്ളാം എന്നുള്ള രീതിയിലൊരു പ്രോമിസറി നോട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും കൈവശം ഇരിപ്പുണ്ടെങ്കിൽ തൽക്കാലം അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. കാരണം അതിനെതിരായിട്ടുള്ള റൂളിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ ഡെഫിനിഷനിൽ പലിശയുടെ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. എ സ്പെസിഫൈഡ് എമൗണ്ടുമാണ് പറയുന്നത്. അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ്. എ സർട്ടൺ സം ഓഫ് മണി ഒള്ളി, സർട്ടൺ സം ഓഫ് മണിയാണ് പറയുന്നത്. ഇതിൽ പലിശയുടെ കാര്യങ്ങളൊന്നും അതിനകത്ത് പറയാത്തത് കൊണ്ടാണ് പലരും ആധാരെഴുത്തുകാരൊക്കെ എഴുതുമ്പോൾ ക്രമപലിശ സഹിതം തന്നുകൊള്ളാം എന്ന് എഴുതാറുണ്ട്. പക്ഷേ ഇതിൻ്റെ എക്സാമ്പിൾസിനകത്തും എല്ലാം ഐ പ്രോമിസ് ടു പേ ബി ഓർ ഓർഡർ ₹500 എന്നാണ് ഇതിൻ്റെ എക്സാമ്പിളിനകത്തും എല്ലാം പറഞ്ഞിരിക്കുന്നത്. താങ്കളിൽ നിന്നും ഞാൻ ഇന്നേ ദിവസം കൈപ്പറ്റിയ തുക സ്പെസിഫൈ ചെയ്യണം, 1,00,000 രൂപ താങ്കൾക്കോ താങ്കളുടെ ഓർഡർക്കോ താങ്കൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തന്നുകൊള്ളാം. അപ്പോൾ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കണം. അതാണ് പ്രോമിസറി നോട്ട്. അതിനകത്ത് യാതൊരു വ്യവസ്ഥയും വയ്ക്കാൻ പാടില്ല. ഇതാണ് പ്രോമിസറി നോട്ടിനെ കുറിച്ച് പറയുവാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സാധാരണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.